എന്തിനു നാണക്കേട്? ഇതല്ല കണ്ണായ സ്ഥലം. കാറില്ല, ലോറിയില്ല, ട്രെയിൻ വരെ പോകും. കേരളല്ല. അയ്യോ, സാധാ ട്രെയിൻ. ഞാൻ ജോർജിനോട് പറയാം, ഞാനൊരു 5 സെറ്റായി തരാം. ഓക്കെ, സ്കൂളിലേക്ക് വാ. അറ്റസ്റ്റ് ചെയ്യാൻ പിന്നെ വാ. സ്കൂളിലേക്ക് വാ. എനിക്ക് ഇവിടെ എന്ത് പണി? ഒരു കുഴപ്പമില്ല. പ്രിൻസിപ്പൾ അല്ലേ? ഏടോ, അതെ, പ്രിൻസിപ്പാളാണ്. എന്റെ കണ്ടിട്ട് തോന്നുന്നില്ലേ? ഞാനാണ് ഹതഭാഗ്യൻ. അല്ല സാറേ, ഇത് അപ്പോയിന്റ്മെന്റ് ഓർഡറാ. മാഷായിരുന്നില്ലേ? മാഷ. സോറി, ഞാൻ വേറൊരു ഇതില്ലായി പോയി. വാ മാഷേ. മനോഹരമായ കാഴ്ച. വിശപ്പ് മാറിയിൽ ഉറങ്ങുന്നു, വിശപ്പ് മാറാത്ത ഉണർന്നിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ബുദ്ധിമുട്ടായാ? കുറച്ച്. എന്താ ശ്യാമൾ ടീച്ചറെ, പാത്രം പെട്ടെന്ന് തുറന്നു എന്ന്? ഓ സാറേ, അപ്പുക്കുട്ട സാറ് തുറന്നു തന്നായിരുന്നു. തുറക്കാൻ മാഷ് ബെസ്റ്റാ. ഇത് മിസ്റ്റർ ജോർജ്. സാറേ, ജോസ്. ജോസ്. അത് പറഞ്ഞപ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. ഇനി മുതലേ ജോസ് സാർ നമ്മളോട് ഉണ്ടാവും. ഹിസ്റ്ററി. സാറിന്റെ നാട് എവിടെയാ? നെയ്യാശ്ശേരി. സാറ് കല്യാണം കഴിച്ചതാണോ? ഇല്ല. എന്താ വൈകിയത്? ഓ, എന്തൊക്കെയാ അറിയേണ്ടത്? ജോസ് സാറേ, എല്ലാവരും ഞാനൊന്ന് ഔപചാരിക പരിചയപ്പെടുത്താം. ജോർജ്, എന്റെ ജോർജ് ഒരു 5 ഉറപ്പിക്കത്. സാറേ, ഇത് വിനോദ് സാറ്. അയ്യോ സാറേ, ഞാനാ വിനോദ് സാർ. അയ്യോ സാറേ, ഞാനാ അല്ല, ഇതാ വിനോദ് സാറ്, പൊളിറ്റിക്കൽ സയൻസ്. സന്തോഷ്, ഇംഗ്ലീഷ്. ഇത് മിസ്റ്റർ അപ്പുകുട്ടൻ, ഡ്രില്ല്. ഹൈസ്കൂളിൽ ഇരിക്കുന്ന ആളാ. ചില കുടുംബകാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒതുങ്ങി. ജോർജ്, ഇല്ല, 5 ഒരു ഉറുപ്പ്യ കുറയില്ല. ഇയാൾ ഈ സ്കൂളും മുറിച്ചു വെക്കുവോ? കച്ചവടം വിട്ടേക്ക്. പിന്നെ ഇത് ശ്യാമൾ ടീച്ചർ കെമിസ്ട്രി, ഉഷ ടീച്ചർ ഫിസിക്സ്, ലിലി ബയോളജി. ഇത് രാജമ്മ കണക്കാ. സാറേ, മാത്സ് എന്നാണ് ടീച്ചറെ പറഞ്ഞത്. അപ്പോഴേ എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയി പരിചയപ്പെടുക. ഓക്കെ, പറഞ്ഞിട്ട് ജോ സാറേ, ഐശ്വര്യ തുടങ്ങല്ലേ? സാറിന് വിധിയിൽ വിശ്വാസമുണ്ടോ? എന്നതാ? വിധിയിൽ വിശ്വാസമുണ്ടോന്ന്? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വിധി എന്നെ ചതിച്ചതാ. ഓ, അല്ലെങ്കിൽ ഞാൻ മാത്രം പിയൂണും ബാക്കിയുള്ളവരൊക്കെ സാറുമാരും ആവും. ഈ സാറാവണമെങ്കിൽ നല്ലപോലെ പഠിക്കണമല്ലേ? ചിരിക്കണ്ട. ചിരിച്ചാൽ എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടുവേ. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അതെ, ഇത് ആ കാണുന്നതാണ് ക്ലാസ്. നല്ല മെനകെട്ട ഉഗ്രം പിള്ളേരാ. ധൈര്യമായിട്ട് ചെന്ന് കയറിക്കൂട്, അനുഭവിച്ചു. ഞാൻ ജോസ്, നിങ്ങളുടെ പുതിയ അധ്യാപകനാണ്. ഹിസ്റ്ററി നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം പഠിക്കാനല്ല, ചരിത്രം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന്. തൽക്കാലം നമുക്ക് ചരിത്രം പഠിക്കാം. ഓക്കെ? ക്ണാച്ചേരിപ്പുഴ ഇടമലയാറും പൂയംകുട്ടിയും ചേരുമ്പോൾ കുട്ടമ്പുഴയാം പുഴയൊഴുകിച്ചെന്നെത്തിയിടുന്നു പെരിയാറ്റിൽ. ശിവൻകുട്ടൻ സാറിന്റെ കവിത അതാണ് ഇതിന്റെ ഒരു ഇത്. സാറിന് വെളുപ്പിച്ചിരി കൂടുതലാ. അടുത്തേക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. ശരിയാ സാറേ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്ന് കരുതും. കറപ്പിനാണേ മാർക്കറ്റ്. ജോസാറേ, നല്ല തണുപ്പുണ്ട്, ഇറങ്ങുന്നോ? ഹേയ്, കുറച്ച് കേട്ടെ. സാറേ, സാറിനറിയാമോ ലോകത്തിൽ ഇവന് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ആരോടാണ്? സോപ്പിനോട്. കാണിക്കണല്ലേ, 3 സോപ്പ് തീർത്തിട്ടാ കുളിക്കണത്. എല്ലാം ഉപകാരമുണ്ടോ? ഇതന്നെ ഇങ്ങനെ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ സാധനം. സോപ്പ് ശരിക്കും പറയണേ. എന്താ ചെയ്യാ? അയ്യോ, എനിക്ക് നീന്തലറിയില്ല. നിനക്ക് വെച്ചിട്ടാ പന്നി സാറേ. ഒഴുകി പോയനെ. ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഈ സാറുമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്മാള് പഠിക്കൂല, സിഗരറ്റും പഠിക്കൂല. അല്ല, അതൊരു കണക്കിന് നന്നായി. സന്ധ്യ കഴിഞ്ഞാൽ വന്ന് ഷെയർ ചോദിക്കില്ലല്ലോ.
എനിക്ക് ഇഷ്ടം പോലെ ചാമ്പാലോ. ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പെങ്ങന്മാര് 4 പേരാണേ. അല്ലെങ്കിലും പ്രാരാബ്ധക്കാരൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നട്ടുച്ചയ്ക്ക് തെളിയുന്ന നക്ഷത്രം പോലെയാണ്. എത്ര തെളിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു സെക്കൻഡ്, നാട്ടിൽ സുമേഷ് ഏട്ടനാ. എന്നാ സുമേഷ് ഏട്ടാ? എടാ ആകെ പ്രശ്ന. പ്രാഞ്ചിയെ കുറിച്ചൊരു വിവരവും ഇല്ല. അവനാരോ കൊന്നുകളഞ്ഞതൊക്കെ നാട്ടുകാർ പറയണത്. ജോസേ, ഹലോ ജോസേ, ഹലോ. എന്ത് വേണം മാഡം? அண்ணா ஒரு காஃபி ஸ்ட்ராங். சரி சார். உட்காருங்க. ശരി സാർ. മാഡം, എൻ്റെ പേര് അരവിന്ദൻ. ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ஓ എൻ്റെ പാർട്ടി ഇപ്പോൾ ഇവിടെ ഭരണമില്ലെങ്കിലും എനിക്ക് മേളിൽ നല്ല പിടിയാണ്. ஓ அப்படியா? நைஸ். താങ്ക് യു. മാഡം കോഫി. அண்ணா காஃபி ரொம்ப நல்லா இருக்கு. താങ്ക് യു. അത് മാഡം നേരത്തെ നല്ല കാപ്പി കുടിക്കാത്തോണ്ടാ. വെറും മാട്ടമുള്ള വന്നേ. തരാതെ കാശ് എന്നിട്ട് പറയടാ. നമ്മളുടെ ഈ മരണപ്പെട്ട ഫ്രാൻസിസ്, അതായത് പ്രാഞ്ചി, അയാളെ കുറിച്ച് എന്താ നിങ്ങളുടെയൊക്കെ എല്ലാ അഭിപ്രായവും? വെറും അറിയാന്നേ. അരവിന്ദ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല സാറേ. സ്വല്പം കുടിക്കും. ഓ, അത് നല്ലതാ. കുടിച്ചാൽ നാവില് വരുന്ന എല്ലാം പിടിച്ചു പറയും. അതല്ലാതെ ഒരു കഥയില്ലാത്തവരാ സാറേ. ആര് പറഞ്ഞു? അവനെ പറ്റി കേൾക്കാത്ത കഥകളില്ല. ഓ വേണ്ട വേണം വേണ്ട വേണ്ട വേണം വേണ്ട വേണം. നോനോ വാങ്ങ വേണോ? ഇല്ലെങ്കിൽ ഞങ്ങള് പോയി കഴിയുമ്പോ പോലീസുകാരെല്ലാം ഓസാണെന്ന് പറയും നീങ്ക. അത് കറക്റ്റ് ആണ്. അല്ല, ഈ പോലീസുകാരെ കുറിച്ച് പൊതുവെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കേട്ടില്ലേ? അത് സത്യം. അതാണ്. ഹലോ മാഡം, എന്തായി പ്രാചീൻ കൊലക്കേസിന്റെ അന്വേഷണം? പോലീസ് പട്ടി വന്ന് മണപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ചല്ലേ? അല്ലേലും ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ്. കൈക്കൂലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഫയലും അവർ മുക്കും. അതിപ്പോ പളനി ആണ്ടവന്റെ ആണേലും ശബരിമല അയ്യപ്പന്റെ ആണേലും. കേട്ടോ അമ്മ വേനിക്കുന്നു. എടി ബിന്ദുവേ, നിന്നെ മാടത്തിനൊന്ന് കാണണമെന്ന്. എന്നാത്തിനാ നിങ്ങൾ ആദ്യം പോയി കെട്ടിയോനെ കൊന്നാലെ പിടിച്ചോണ്ട് പോവാ. നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ബിന്ദു ഞങ്ങളോടൊന്ന് സഹകരിക്കണം. നീ എണീറ്റ് മാടത്തിന് ഒരു കസേര ഇട്ട് കൊടുക്കും. ഒരു കസേര ഇട്ട് കൊടുക്കാൻ. ഇവിടെ വന്ന മാത്തനസയോടും മണ്ണ് പരിശോധനക്കാരോടും ആർക്കിയോളജി മൊബൈലും കമ്പി കുത്തി വന്ന എല്ലാ പുല്ലന്മാരോടും എനിക്ക് ഓൺലൈൻ ചാനലുകാരും വന്നായിരുന്നേ. അവരോടൊക്കെ പറഞ്ഞേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ പാട് നോക്കിപ്പോ. മാഡം ചോദിക്കുന്നതിന് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞോണം. சேகரேட்டா, பொண்ணுங்க கிட்ட இப்படி பேசக்கூடாது. ബിന്ദു പറേ. സത്യം സാറേ, എൻ്റെ പിള്ളേരാണ് സത്യം. അന്ന് അങ്ങേര് അല്പം കൂടുതൽ കുടിച്ചിട്ടാ വന്നത്. കൊന്നിട്ട് അതോടെ തീരല്ല.
നിങ്ങൾ എന്തിനാ മനുഷ്യ അക്കളപ്പിലെ പിള്ളേരെ മണ്ടയ്ക്ക് കയറിയത്? പിള്ളേരെങ്ങാനും വെക്കിട്ട് കയറിയാലോണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കൂടി എടുത്തിട്ട് കയറും. എനിക്കൊരുത്തന്നെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ തെറിയും പറഞ്ഞ് അത്താഴം പോലും കഴിക്കാതെ അന്ന് ഒറ്റയ്ക്കാ കുളം കുഴിക്കാൻ പോയി. ഞാനും മക്കൾ കയറി കിടക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അതിനെ കാണുന്നത് പുഴയിലാ ഉള്ളതാ സാറേ. കേസിന്റെ കാര്യത്തിന് ഞാൻ വിളിപ്പിക്കും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. വരാ സാറേ. ശേഖരേട്ടാ. ബിന്ദു, നീ പേടിച്ചോ? എന്തിന്? അതിനല്ലേ അവരോട് അരവിന്ദേട്ടൻ വന്നത്? എന്നെ സുറ്റിക്കളിയാ? അല്ല സാറേ, ഒരു വിധവയല്ലയോ, ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്. എന്നിട്ട് സമാധാനിപ്പിച്ചോ? അവള് തനിയെ സമാധാനിച്ചോളൂ. സാറ് വണ്ടിയൊക്കെ അല്ല, നിങ്ങൾ പൊക്കോ സാറേ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ്. ശേഖരേട്ടാ, പേടിച്ച് കേട്ടോ. കുടുംബത്തിലെ സ്ത്രീകളുമായിട്ടാണ് അവന്റെ ഞാനുണ്ട്. ശേഖരേട്ടാ, അയാളെങ്ങ് വിളിക്ക്. വലിക്കണ്ട, ഞാൻ വന്നോ. അപ്പൊ അരവിന്ദ് പറഞ്ഞു വരുന്നത് ബ്രാഞ്ചിക്ക് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലെന്നാണ്. സാറിനെ ഒരു ചോദ്യം ചെയ്യലാണോ ഉദ്ദേശിക്കുന്നത്? അതെ. എന്താ നീ വാ വിളിക്കില്ലടേ? അല്ല, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അത്യാവശ്യം ജനപിന്തുണയും ഒരു രാഷ്ട്രീയ പിടിപാടൊക്കെ ഉള്ള ആളാണ്. മാഡം, ഇദ്ദേഹത്തിന് മുകളിലൊക്കെ പിടിയുണ്ടെന്ന്. അതെ അതെ. അതിന് ഞാൻ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണോ? വേണോടാ റാസ്കൽ? വേണ്ട. വേണ്ട സാർ, വേണ്ട. നീ അഭ്യാസം ഇറക്കിയ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ പുഴയിലെറിയും. ഈ ഡമ്മി ടു ഡമ്മിയാണോ ഈ CBI-കാരൊക്കെ ചെയ്യുന്നത്? നീ മാഡത്തിനെ കളിയാക്കണോ? ഇല്ല സാറേ, പേടിച്ചിട്ടാ സാറേ. പേടി വന്നാൽ ഞാൻ ഇങ്ങനെ മുണ്ടിക്കളയും സാറേ. ബാ, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. തനിക്കറിയാവുന്നൊക്കെ താൻ പറഞ്ഞു. ഈ ചത്തുപോയ പ്രാഞ്ചി എന്ന് പറഞ്ഞവനൊരു കൈതമുള്ള സാറേ. മേപ്പോട്ടേക്കും മേല, കീപ്പോട്ടേക്കും മേല. അടുപ്പിക്കാനും വെറുപ്പിക്കാനും കൊള്ളത്തില്ലെന്നേ. ഈ പുൽപ്പാറ ജോയിയുടെ അതിരിലാണ് ഈ പ്രാഞ്ചി കുളം കുത്തിയിരിക്കുന്നത്. അതും പറഞ്ഞ് ഇവർ തമ്മിൽ 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. പിന്നെ ഈ സംഭവം ഈ സംഭവം നടക്കുന്ന ദിവസം ഈ ജോസും പ്രാഞ്ചിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടായി. തല്ലിക്കൊന്ന് പുഴയിലെറിയുമെന്ന് ജോസ് പ്രാഞ്ചിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാളെ തല്ലിക്കൊല്ലാനും മാത്രമുള്ള ചങ്കൂറ്റമൊന്നും ഈ ജോസിനില്ല. അവൻ ആൾ ഡീസന്റാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതങ്ങനെ ഉറപ്പിച്ച് சொல்ல முடியாது അരവിന്ദ. പാക്കലാം. ഈ ജോസ് അയാളിപ്പോ എവിടെയുണ്ട്? ജോസ് ഇപ്പോ എനിക്കറിയത്തില്ല മാഡം, എനിക്കറിയത്തില്ല. ഹലോ, മിസ്റ്റർ ജോസ് അല്ലേ? അതെ, ഞാൻ കാഞ്ചാർ CI. ബ്രാഞ്ചി മർഡർ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്. ജോസിനെ എനക്കൊന്ന് നേരെ കാണണം. നിങ്ങൾ ഇങ്ങോട്ട് വരണോ അതോ? സാറേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. നാളെ തന്നെ എത്തും. അപ്പോ ബ്രാഞ്ചിയുടെ മരണത്തെക്കുറിച്ച് ജോയ്ക്കൊന്നും തെരിയില്ലയാ? നിജമാ? ആ 4 ചാവുമ്പോ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പോഴാണ് ഒരുമാതിരി കോപ്പിലെ ചോദ്യം. തല്ലല്ലേ മാഡം, ഞാൻ സത്യം പറയാം. ബ്രാഞ്ചിക്ക് നന്നങ്കാടിന്ന് കിട്ടിയ നിധിയും അടിച്ചു മാറ്റി അവനെ തട്ടി പുഴയിലിട്ട് നീയല്ലേ? അയ്യോ, കർത്താവാണ് ഞാനല്ല. ഞാനന്ന് മൂന്നാറായിരുന്നു. இன்னும் ஒரு வாட்டி போலீஸ் முன்னாடி ஷோ இறங்கியா
നിർത്തി, ഇന്നത്തോടെ നിർത്തി. ஏன் பெர்மிஷன் இல்லாம இந்த நாடு விட்டு எங்கேயும் போக கூடாது. புரிஞ்சுதா? புரிஞ்சுது மேடம். போகோ. போடா. അതെ. എന്തായി? എന്ത്? എങ്ങനെയുണ്ട്? എടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ, മനസ്സിലായോ? ഞാൻ എന്നാ ചെയ്യാനാ? എടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്. അവരെ പിടിച്ച പിടിപിടിയില്ലാത്താണ് കേട്ടോ CI, അറിയോ? ഞാൻ എന്നാ കോപ്പിയിരുന്നേ പറഞ്ഞത്. സാറൊന്ന് പോ സാറേ. അനുഭവിച്ചറിഞ്ഞോളൂ. ഹലോ, ഇവനോട് കുറച്ച് കുറക്കട്ടാ. ഞാൻ കുറയ്ക്കുന്നുണ്ട്. വയറല്ല, തീറ്റ ഇച്ചിട്ട് കുറക്കാൻ. അത് താനേ കുറഞ്ഞോളൂ. എന്നെ വിളിപ്പിച്ചായിരുന്നോ? സി എങ്ങനെയുണ്ട്? സി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് വലിയ ഏതോ പാർട്ടിയാന്ന്. ഇതൊരു പാവം പിടിച്ച പെണ്ണാന്നേ. ഒരു മെച്യൂരിറ്റി ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോകണ്ടായോ? ജോസേ കേറി വാ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ മതി. നീ ചെല്ല്. ശരി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തോ ലോഹം പതിപ്പിച്ച സ്റ്റിക്കോ അതുപോലുള്ള മറ്റെന്തോ കൊണ്ട് പ്രാഞ്ചിയുടെ തലയ്ക്ക് അടിയേറ്റുണ്ടെന്നാണ്. അതിനാ അതൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. പിഴവൊന്നും ഉണ്ടാവരുത്. അടിയേറ്റിട്ടാണ് ഡെത്ത് സംഭവിച്ചതെന്ന് ഷുവറാണോ? ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദിന, മൂവ് ഓൺ. സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. യെസ് ജോസ്. മാഡം, ഡോഗ് ബോഡി കണ്ടെടുത്തെന്ന് ഒരു 50 മീറ്ററോളം ഓടി അത് കൺഫ്യൂഷനായി നിന്നു. അതിന്റെ റിപ്പോർട്ടാണിത്. മാത്തം പൊക്കോളൂ. ഞാൻ മിസ്റ്റർ ജോസ് കിட்ட പേസിട്ടു. മാഡം, എനിക്ക് തോന്നുന്നത് പ്രാഞ്ചി പാലത്തെന്നോ മറ്റോ കാല് തെറ്റി. പ്ലീസ് പ്ലീസ്. യെസ് ജോസ്. കുഞ്ചുമോൻ അല്ലേ? അതെ മാഡം. ടെൻഷൻ വേണം. നമുക്ക് ഫ്രണ്ട്ലിയായി பேசலாம். இந்த கேஸில் எல்லாருக்கும் டவுட் வந்து புல்பார ஜாய் അയാളല്ലേ. അവൻ സുമ്മാ കഴുതേ. ബട്ട് പ്രാഞ്ചിയുടേത് ക്ലീൻ മർഡർ. ജോസിക്ക് എന്താ പറയാനുള്ളത്? കമോൺ ടെൽ മീ. അത് പിന്നെ പ്രാഞ്ചി ഞാൻ നമ്മുടെ ചെറിയ വഴക്കുണ്ടായെന്നുള്ളത് നേരം. അതല്ലാതെ അന്ന് രാത്രി പ്രാഞ്ചിയും ജോസും വീണ്ടും മീറ്റ് ചെയ്തില്ല ഈ പറഞ്ഞ ഇഷ്യൂവിന് ശേഷം? ഇല്ല മാഡം. ഷോ? വേറൊന്നും എനിക്കറിയത്തില്ല. പ്രാഞ്ചി മരിച്ച വിവരം ഫോൺ ചെയ്ത് തന്നെ അറിയിച്ചത്. യാര്? അത് ക്ലബിൽ നിന്ന് സുമേഷ് ഏട്ടൻ. പ്രാഞ്ചിയുടെ ബോഡി കാണാൻ ജോസ് വന്നില്ലായിരുന്നു അല്ലേ? ഏ? അത് പിന്നെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന്. ജോസ് പൊക്കോളൂ. ശരി മാഡം. CI എന്തെല്ലാം ചോദിച്ചടാ? നീ എന്തൊക്കെ പറഞ്ഞടാ? എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓ ജോസ്. ജോസിക്ക് സ്കൂളിൽ എന്നാ സബ്ജക്റ്റ്? ഹിസ്റ്ററി. ഒരു നന്നങ്ങാടുന്നൊരു നിധി കിട്ടിയാ അതിന്റെ വാല്യൂ ഒക്കെ ജോസിക്ക് തെരിയുംല്ലേ? മാഡം സുമ്മാ കേട്ടെ. പോങ്ക.